ഒരു കച്ചവടക്കാരൻ 11 രൂപയ്ക്ക് ഒരു കളിപ്പാട്ടം വിറ്റപ്പോൾ 1 രൂപ ലാഭം കിട്ടി. എങ്കിൽ ലാഭശതമാനം എത്രയാണ്? ഇവിടെ ഒരു കച്ചവടക്കാരൻ 11 രൂപയ്ക്ക് ഒരു കളിപ്പാട്ടം വിൽക്കുമ്പോൾ 1 രൂപ ലാഭം കിട്ടുന്നു. അങ്ങനെയെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കണം. ലാഭശതമാനം കാണണമെങ്കിൽ ആദ്യം ആ സാധനത്തിൻ്റെ വാങ്ങിയ വില കണ്ടുപിടിക്കണം. ഇവിടെ വിറ്റ വില 11 രൂപയും ലാഭം 1 രൂപയുമാണ്. വിറ്റ വിലയിൽ നിന്നും ലാഭം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയ വില കിട്ടും. അതായത് വാങ്ങിയ വില എന്ന് പറയുന്നത് 11ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന 10 രൂപയാണ്. അപ്പോൾ 10 രൂപയ്ക്ക് സാധനം വാങ്ങി 11 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ 1 രൂപ ലാഭം. അപ്പോൾ ലാഭശതമാനം കാണുന്നതിന് വാങ്ങിയ വിലയുടെ എത്ര ശതമാനമാണ് ലാഭം എന്ന് കാണണം. അതായത് 10ൻ്റെ എത്ര ശതമാനമാണ് 1 എന്ന് കാണുക. അതിനായിട്ട് 10ൽ 1 ഗുണം 100 കാണുക. ഇത് 100/10 എന്ന് വരും. 100നെ 10 കൊണ്ട് ഹരിച്ചാൽ 10 തന്നെ. അപ്പോൾ ലാഭശതമാനം 10%. ശരിയുത്തരം ഓപ്ഷൻ ഡി 10%. ഒരു പാത്രത്തിൽ 4.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ പാത്രത്തിൻ്റെ 3/4 ഭാഗം നിറഞ്ഞു. പാത്രത്തിൻ്റെ ആകെ ഉള്ളളവ് എത്ര ലിറ്റർ? ഇവിടെ ഒരു പാത്രത്തിൽ 4.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ പാത്രത്തിൻ്റെ 3/4 ഭാഗമായി. അങ്ങനെയെങ്കിൽ ആ പാത്രത്തിൻ്റെ ഉള്ളളവ് അഥവാ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കണം. 4.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ 4/3 ഭാഗം നിറഞ്ഞുകൊണ്ട് പാത്രത്തിൻ്റെ വോളിയത്തിൻ്റെ 4/3 ഭാഗമാണ് 4.5 ലിറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. വോളിയത്തിനെ നമുക്ക് വി കൊണ്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ വിയുടെ 4/3 ഭാഗമാണ് 4.5 ലിറ്റർ. അപ്പോൾ വിയുടെ 4/3 ഭാഗം കാണാൻ വി ഗുണം 4/3 എടുത്താൽ മതി. വി ഗുണം 4/3 സമം 4.5. ഈ 4.5 ഇപ്പോൾ മിക്സഡ് ഫ്രാക്ഷനാണ്. നമുക്ക് അതിനൊന്ന് രൂപമാറ്റം വരുത്താം. അതിനായിട്ട് 4 കൊണ്ട് ഈ 2നെ ഗുണിക്കുക. 4 2 8. അതിൻ്റെ കൂടെ അംശം 1 കൂട്ടുന്നു. 8 1 9. 9 അംശമായിട്ട് എഴുതുന്നു. ഛേദമായിട്ട് 2 തന്നെ. അപ്പോൾ വി ഗുണം 4/3 സമം 2/9 എന്ന് വരും. വി ഗുണം 4/3 സമം 2/9. ഈ 4നെയും 3നെയും വലതുവശത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ വി സമം 2/9 ഗുണം 4 അംശത്തിലും 3 ഛേദത്തിലും വരും. 4/3 എന്ന് വരും. 3 കൊണ്ട് 9നെ ഹരിക്കാം. അപ്പോൾ 3 വരും. 2 കൊണ്ട് 4നെ ഹരിച്ചാൽ 2. 3 ഗുണം 2 6. അപ്പോൾ വ്യാപ്തം 6 ലിറ്ററാണ്. ശരിയുത്തരം ഓപ്ഷൻ സി 6. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 66 ആയാൽ അവയിൽ വലിയ സംഖ്യ ഏത്? ഇവിടെ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 66 നൽകിയിരിക്കുന്നു. അക്കൂട്ടത്തിലെ വലിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് 2 മാർഗം പറയാം. അപ്പോൾ ആദ്യത്തെ മാർഗം കഴിഞ്ഞതിന് ശേഷം ഇതിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് പറയാം. അപ്പോൾ ആദ്യത്തെ മാർഗം ഈ 3 എണ്ണൽ സംഖ്യകളെ നമുക്ക് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ അക്കൂട്ടത്തിലെ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എക്സ് എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യകൾ x+1 അതിനടുത്ത് x+2 ഇവയായിരിക്കും. അപ്പോൾ എക്സ്, x+1, x+2 ഇവയാണ് 3 എണ്ണൽ സംഖ്യകൾ. അപ്പോൾ ഇത് 3ഉം കൂടെ കൂട്ടിയാൽ 66 കിട്ടും. അപ്പോൾ നമുക്ക് ഇത് 3ഉം കൂടെ കൂട്ടാം. അപ്പോൾ 66 എന്ന് കിട്ടും. എക്സും കൂടെ കൂട്ടുമ്പോൾ 3x. 3x അധികം 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3. 3 സമം 66 എന്ന് വരും. അല്ലെങ്കിൽ 3x സമം 66ൽ നിന്ന് 3 കുറച്ചാൽ മതി 63. അപ്പോൾ എക്സ് എത്ര വരും? 63/3 സമം 21 എന്ന് വരും. എക്സ് 21 ആണെങ്കിൽ x+1 എത്രയാണ്? അപ്പോൾ സംഖ്യകൾ 21, x+1 ആണ് അടുത്ത സംഖ്യ. 21 1 22. അടുത്ത സംഖ്യ x+2. 21 2 23. അപ്പോൾ ഈ കൂട്ടത്തിലെ വലിയ സംഖ്യ 23 ആണ്. ശരിയുത്തരം ഓപ്ഷൻ എ. ഇനി ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് ഇത് ഓർക്കുക. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളിൽ മധ്യത്തിലുള്ള സംഖ്യ ഈ 3 സംഖ്യകളുടെ ശരാശരിയായിരിക്കും. ഓർക്കുക, തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളിൽ മധ്യത്തിലുള്ള സംഖ്യ ഈ 3 സംഖ്യകളുടെ ശരാശരിയായിരിക്കും. അപ്പോൾ ഇവിടെ 3 സംഖ്യകളുടെയും തുക നൽകിയിട്ടുണ്ട് 66. അപ്പോൾ നമുക്ക് തുക ഉള്ളതുകൊണ്ട് ശരാശരി കാണാൻ എളുപ്പമാണ്. തുകയെ 3 കൊണ്ട് ഹരിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കിട്ടും. 66/3 സമം 22. അപ്പോൾ മധ്യത്തിലുള്ള സംഖ്യ 22 ആണ്. അപ്പോൾ വലിയ സംഖ്യ എന്ന് പറയുന്നത് 22നോട് 1 കൂട്ടിയാൽ 23 കിട്ടും. അപ്പോൾ ഈ രീതി ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. √36 + √25 സമം √10 ആയാൽ n എത്രയാണ്? ഇവിടെ √36 + √25 സമം √10 എന്ന് നൽകിയിരിക്കുന്നു. അപ്പോൾ 36ൻ്റെ 25ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാമല്ലോ. അത് നമുക്ക് അങ്ങ് എഴുതാം. 36ൻ്റെ സ്ക്വയർ റൂട്ട് 6 പ്ലസ് 25ൻ്റെ സ്ക്വയർ റൂട്ട് 5. അപ്പോൾ 6 + 5 സമം √10 എന്ന് വരും. അപ്പോൾ 6ഉം 5ഉം കൂടെ കൂട്ടിയാൽ 11. അപ്പോൾ √10ൻ്റെ വാല്യൂ 11 ആണ്. അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 11ൻ്റെ സ്ക്വയർ എടുക്കണം. 11ൻ്റെ സ്ക്വയർ 121. അപ്പോൾ n-ൻ്റെ വാല്യൂ 121. ശരിയുത്തരം ഓപ്ഷൻ എ. 5 10 15 എക്സെട്ര 95 എന്ന ശ്രേണിയിലെ എല്ലാ സംഖ്യകളുടെയും കൂടി ശരാശരി എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ ഒരു സീക്വൻസ് നൽകിയിട്ടുണ്ട്. 5 10 15 എക്സെട്ര 95.
അപ്പോൾ ഈ സീക്വൻസിലെ എല്ലാ സംഖ്യകളുടെയും കൂടി ശരാശരി കാണണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നോക്കുക, 5നോട് 5 കൂട്ടിയാൽ 10 കിട്ടും, 10നോട് 5 കൂട്ടിയാൽ 15 കിട്ടും, അങ്ങനെ പോകുന്നത്. അതായത് ഇത് പൊതുവ്യത്യാസം 5 ആയിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയാണ്. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളുടെ ശരാശരി കാണുന്നതിനായിട്ട് അതിലെ ആദ്യ പദത്തിൻ്റെ അവസാന പദത്തിൻ്റെ ശരാശരി എടുത്താൽ മതി. അപ്പോൾ ഈ ശ്രേണിയിലെ പദങ്ങളുടെ ശരാശരി കാണുന്നതിനായിട്ട് ഇതിലെ ആദ്യ പദമായ 5ൻ്റെയും അവസാന പദമായ 95ൻ്റെ ശരാശരി എടുത്താൽ മതി. ഈ രണ്ട് സംഖ്യകളുടെ ശരാശരി കാണണമെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 5 + 95/2, 95 5ഉം കൂടെ കൂട്ടുമ്പോൾ 100, 100/2 = 50. അപ്പോൾ ഈ സീക്വൻസിലെ പദങ്ങളുടെ ശരാശരി 50 ശരി ഉത്തരം ഓപ്ഷൻ സി. 7226നോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് 9ൻ്റെ ഗുണിതമാകുന്നത്? ഇവിടെ 7226നോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ അത് 9ൻ്റെ ഗുണിതമാകും എന്ന് കണ്ടുപിടിക്കണം. 9ൻ്റെ ഗുണിതമായ സംഖ്യകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുകയും 9ൻ്റെ ഗുണിതമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സംഖ്യയുടെ അക്കങ്ങളുടെ തുക നോക്കാം. അക്കങ്ങളുടെ തുക 7 + 2 + 2 + 6. 7 × 2 9, 9 × 2 11, 11 6 17. ഈ തുക 9ൻ്റെ ഗുണിതമല്ല. ഇതിനോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ ഇത് 9ൻ്റെ ഗുണിതമാകുമെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതിനോട് 17നോട് 1 കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 18 കിട്ടും. 18 9ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 7226നോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ അത് 9ൻ്റെ ഗുണിതമാകും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 1. 1 - 2-1 + 4-1 തുല്യമായത് ഏത്? അപ്പോൾ നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാം. അതായത് 2-1ഉം 4-1ഉം കൂടെ കൂട്ടാം. 2-1 + 4-1. ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് അവയുടെ ഛേദം തുല്യമാക്കണം. ഇവിടെ ഒരിടത്ത് ഛേദം 2, ഒരിടത്ത് 4ഉമാണ്. ഈ 2ൻ്റെ ഗുണിതമാണ് 4. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ 2നെ 2 കൊണ്ട് ഗുണിച്ച് 4 ആക്കുന്നതാണ് സൗകര്യം. അപ്പോൾ ഈ ഭിന്നസംഖ്യയുടെ അംശത്തിനെയും ഛേദത്തിനെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2/4 എന്നാവും. പ്ലസ് 4-1 അതുപടി തന്നെ എഴുതുന്നു. ഇപ്പോൾ ഛേദം തുല്യമായി. അതാണ് തുകയുടെ ഛേദം. 4 അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 2 1 3. അപ്പോൾ 4-ൽ 3 എന്ന് കിട്ടും. ഇനി നമുക്ക് 1-ൽ നിന്നും 4-ൽ 3 കുറയ്ക്കാം. കാരണം ഈ ഭാഗത്തിൻ്റെ വാല്യൂ 4-ൽ 3 കിട്ടിയല്ലോ. 1-ൽ നിന്ന് 4-ൽ 3 കുറയ്ക്കാം. ഇനി പൂർണ്ണസംഖ്യയിൽ നിന്ന് ഭിന്നസംഖ്യ കുറയ്ക്കുന്നതിനായിട്ട് നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഈ 1 കൊണ്ട് 4നെ ഗുണിക്കുക. 1 4 4. അതിൽ നിന്ന് അംശം 3 കുറയ്ക്കുന്നു. 4-ൽ നിന്ന് 3 കുറച്ചാൽ 1. അപ്പോൾ ഉത്തരത്തിൻ്റെ അംശം 1, ഛേദം 4 തന്നെ. ഇപ്പോൾ 4-1 ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരു ക്ലോക്കിൽ സമയം 3 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന കോൺ എത്രയാണ്? ഇവിടെ ഒരു ക്ലോക്കിൽ സമയം 3 മണിയാകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോൺ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ പൂർണ്ണ മണിക്കൂറുകളാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ പൂർണ്ണ മണിക്കൂറുകൾ നൽകുമ്പോൾ ക്ലോക്കിലെ സൂചികൾക്കിടയിലെ കോൺ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. തന്നിരിക്കുന്ന മണിക്കൂർ, അതിൽ തന്നിരിക്കുന്ന സമയം 6 അതിൽ താഴെയോ ആണെങ്കിൽ തന്നിരിക്കുന്ന മണിക്കൂറിനെ 30 ഡിഗ്രി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂചികൾക്കിടയിലെ കോണളവ് കിട്ടും. ഇവിടെ തന്നിരിക്കുന്ന മണിക്കൂർ 3 ആണ്. 3നെ 30 ഡിഗ്രി കൊണ്ട് ഗുണിക്കുക. 3 × 30 ഡിഗ്രി = 90 ഡിഗ്രി ആയിരിക്കും സൂചികൾക്കിടയിലെ കോണളവ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. a² - 2ab + b² എത്ര കൂടുതലാണ് a² + 2ab + b²? ഇവിടെ a² - 2ab + b² എത്ര കൂടുതലാണ് a² + 2ab + b² എന്ന് കണ്ടുപിടിക്കണം. 4നേക്കാൾ എത്ര കൂടുതലാണ് 7 എന്നറിയാനായിട്ട് 7-ൽ നിന്ന് 4 കുറച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ a² - 2ab + b² എത്ര കൂടുതലാണ് a² + 2ab + b² എന്നറിയാനായിട്ട് നമുക്ക് a² + 2ab + b²-ൽ നിന്നും a² - 2ab + b² കുറയ്ക്കാം. അപ്പോൾ നമ്മൾ a² + 2ab + b²-ൽ നിന്നും a² - 2ab + b² കുറയ്ക്കുന്നു. സമം നമുക്ക് ബ്രാക്കറ്റുകൾ മാറ്റാം. a² + 2ab + b². ഇനി ഇവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ a² നെഗറ്റീവ് ആവും. -a². ഈ നെഗറ്റീവ് 2ab + 2ab ആവും. 2ab - b² എന്ന് വരും. a²ഉം -a² ഉണ്ട്. അത് രണ്ടും ക്യാൻസലാവും. b²ഉം -b² ക്യാൻസലാവും. അപ്പോൾ 2ab + 2ab = 4ab.
അപ്പോൾ ഉത്തരം 4AB ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി.